നമസ്കാരം, ഞാൻ കെ ലാൽ. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊടുങ്കാറ്റിൽ വ്യാപക നഷ്ടം. അകലക്കുന്നത്ത് വീടിനുമേൽ മരം വീണ് യുവാവ് മരിച്ചു. വീടുകൾ തകർന്നു, കൃഷിനാശവും വ്യാപകം. മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി പ്രതിസന്ധിയിൽ. ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും നിർബന്ധമാക്കിയത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. സമയപരിധി നീട്ടണമെന്ന് ആവശ്യം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമവാഴ്ച അട്ടിമറിക്കുന്നുവെന്ന് LDF. ഉമ്മൻചാണ്ടി രാജിവെക്കും വരെ സമരം. രാപ്പകൽ സമരം 10ാം ദിനത്തിൽ. കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ മാലിന്യ പ്രശ്നം അതീവ രൂക്ഷം. ബസ് സ്റ്റാൻഡ് ടൌൺഹാൾ പരിസരത്ത് മാലിന്യ കുന്ന്. ഗ്രാമപഞ്ചായത്തിനെതിരെ നിയമ നടപടിക്ക് നീക്കം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റ് വ്യാപക നാശം വിതച്ചു. നിരവധി വീടുകൾ കാറ്റിലും മഴയിലും തകർന്നു. കൃഷിക്കും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. അകലക്കുന്നം പഞ്ചായത്തിലെ കരിമ്പാനിയിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് വീണ് യുവാവ് മരിച്ചു. പുരയിടത്തിൽ കുന്നൽ രാജപ്പനാചാര്യയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. അകലക്കുന്നം പഞ്ചായത്ത് 5ാം വാർഡിലെ കരിമ്പാനിയിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റും മഴയും മൂലം ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് വീണ് യുവാവ് മരിച്ചു. പുരയിടത്തിക്കുന്നൽ രാജപ്പനാചാര്യയുടെ മകൻ 18 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പൊൻകുന്നം ചർച്ച് വി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു വിഷ്ണു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. രാജപ്പനാചാര്യയുടെ 3 മക്കളിൽ ഇളയവനാണ് മരിച്ച വിഷ്ണു. സഹോദരന്മാരോടൊപ്പം ഒരേ കട്ടിലിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ആഞ്ഞിലിമരം കടപുഴകി വീണത്. മഴയുടെ ഇരമ്പലിൽ മരം വീഴുന്ന ശബ്ദം ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നടുവിലായി കിടന്ന വിഷ്ണുവിന്റെ മാറിലാണ് മരം പതിച്ചത്. സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. കട്ടിൽ വെട്ടിപ്പൊളിച്ചാണ് വിഷ്ണുവിനെ പുറത്തെടുത്തത്. അത്ഭുതകരമായി രക്ഷപ്പെട്ട സഹോദരന്മാരെ സാരമായ പരിക്കുകളോടെ പാലാ മരിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജപ്പനാചാര്യയും കുടുംബവും 30 വർഷമായി താമസിക്കുന്ന വീട് അപകടത്തിൽ പൂർണ്ണമായും തകർന്നു. വീടിന്റെ മേച്ചിൽ ഷീറ്റുകളും പലകമറയും നാമാവശേഷമായി. ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കഠിന ശ്രമം നടത്തുന്നതിനിടയിലാണ് ആകസ്മികമായെത്തിയ ദുരന്തം ഈ കുടുംബത്തെ തളർത്തിയത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. അകലക്കുന്നം പഞ്ചായത്തിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾ ഭാഗികമായി നശിച്ചു. വ്യാപകമായ തോതിൽ കൃഷിനാശവുമുണ്ടായി. അകലക്കുന്നം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാപകമായ തോതിൽ കൃഷിനാശവുമുണ്ടായി. 10ാം വാർഡിലെ മൂങ്ങാമാക്കൽ MC സിറിയക്കിന്റെ വീട് അടുത്ത പുരയിടത്തിലെ ആഞ്ഞിലിമരം വീണ് ഭാഗികമായി തകർന്നു. മരത്തിന് തായ്വേരില്ലാതിരുന്നതാണ് മറിഞ്ഞു വീഴുന്നതിന് കാരണമായത്. വീടിന്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം മിക്ക സ്ഥലത്തും തകർന്നു. പാരപ്പറ്റ് അടർന്നു വീണു. വാട്ടർ ടാങ്കും ഭാഗികമായി തകർന്നു. വീടിന്റെ ജനൽ തകർന്ന് ശിഖരം കിടപ്പുമുറിയിൽ പതിച്ചു. തലനാരിഴയ്ക്കാണ് മരണം ഒഴിവായതെന്ന് കുര്യാക്കോസിന്റെ ഭാര്യ സിൽവി പറഞ്ഞു. വലിയൊരു ശബ്ദത്തോടെ ഒച്ച കേട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അന്നേരമാണ് വീഴുന്ന കിടക്കുന്നത് കണ്ടത്. ഇവിടെ ഞങ്ങൾ വീടിനകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എഴുന്നേറ്റ് പോയെന്ന് ഇറങ്ങി വന്നു ഇവിടെ നോക്കിയപ്പോൾ ഇത് കണ്ടു. 7ാം വാർഡിലെ പഴയ തോട്ടത്തിൽ ബാലകൃഷ്ണന്റെ വീടിന് മുകളിൽ വൈദ്യുതി പോസ്റ്റ് വീണ് പാരപ്പറ്റ് തകർന്നു. വീടിന്റെ സംരക്ഷണ വേലിയും നിലംപൊത്തി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുത കമ്പികൾ പൊട്ടിവീണു. കൊച്ചുമുറിയിൽ സക്കറിയാസിന്റെ പുരയിടത്തിലെ റബ്ബർ തേക്ക് മരങ്ങൾ കടപുഴകി വീണ് കാഞ്ഞിരമറ്റം മൈങ്കണ്ണൻ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊട്ടുകാപ്പള്ളിൽ MC ജോസഫിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് ബലക്ഷയം സംഭവിച്ചു. വ്യാപകമായ തോതിൽ കൃഷിനാശവും ഉണ്ടായി. കപ്പ, വാഴ, ചേന തുടങ്ങിയ വിളകൾ കാറ്റത്ത് കടപുഴകി വീണു. പഞ്ചായത്ത്, വില്ലേജ് അധികൃതരും ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മണിമലക്കാവ് ക്ഷേത്രത്തിനു സമീപം വ്യാഴാഴ്ച രാത്രിയിൽ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചു. 3ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാഴാഴ്ച രാത്രി 1:30യോടെയാണ് അപ്രതീക്ഷിതമായി വൻ കാറ്റടിച്ചത്. വലിയ ശബ്ദത്തോടെ എത്തിയ കാറ്റിൽ വൻമരങ്ങൾ കടപുഴകിയതോടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നാട്ടുകാർ പരിഭ്രാന്തരായി. കാവുംപടി മുതൽ മണിമലക്കാവ് ക്ഷേത്രത്തിന് കിഴക്കുവശം വരെ മാത്രം കേന്ദ്രീകരിച്ച കാറ്റിൽ ഈ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാവുകാട്ട് പെണ്ണമ്മയുടെ വീടിന്റെ ഷീറ്റ് പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. കാറ്റെത്തിയതോടെ വീട്ടുകാർ ഉണർന്നതുമൂലം വൻ അപകടം ഒഴിവായി. പാലത്ത് മണിക്കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ 10ഓളം റബ്ബർ മരങ്ങൾ കടപുഴകി വീണു. തേക്കുമരങ്ങൾ ചുവടെ പിഴുതെറിയപ്പെട്ടു. ചിറ്റയെടുത്ത് മോനിച്ചന്റെ വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണ് വീടിന് ഭാഗികമായ നാശനഷ്ടമുണ്ടായി. കപ്പ, വാഴ തുടങ്ങിയ കാർഷിക വിളകളും വൻതോതിൽ നശിച്ചു. ജനങ്ങളിൽ ഭീതി പടർത്തിയാണ് അപ്രതീക്ഷിതമായി വൻ കാറ്റടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്നലെ രാത്രി 1:30 ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. അതിൻ്റെ മഴ ഉണ്ടായിരുന്നു ആ കൂടെ. ഞാൻ അന്നേരം എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാറ്റും ഭയങ്കര സൗണ്ട് കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത് സൗണ്ട്. അതുപോലെ കഴിഞ്ഞ് കുറച്ചൊരു 10 മിനിറ്റ് നിന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലത്തേനും ഞങ്ങൾ ജനൽ തുറന്ന് നോക്കിയപ്പം ഭയങ്കര ഇവിടെ എല്ലാം അടിച്ചു തുറന്നു. ഉടനെ ഈ ജനലിൻ്റെ ഈ തേക്കിൻ്റെ കമ്പ് ഒടിച്ച് ഈ മെഷുപരയുടെ മണ്ടക്കോട്ടിട്ടു.
അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കാറ്റങ്ങ് നിന്നു. കാറ്റ് വിതച്ച ദുരന്തം ചിത്രീകരിച്ചുകൊണ്ടിരിക്കെ വീടിന്റെ മുൻഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു താന്നത് നാട്ടുകാരിൽ അത്ഭുതമുളവാക്കി. മണിമലക്കാവ് ക്ഷേത്രത്തിന് സമീപം കാപ്പിയിൽ അന്തോണിച്ചന്റെ വീടിനോട് ചേർന്ന ഭാഗം 30 മീറ്ററോളം ആഴത്തിൽ ഇടിഞ്ഞു താന്നു. നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, മണിമല. പനച്ചിക്കാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 വീശിയ കാറ്റിൽ 40-ലധികം വീടുകൾ തകർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 പനച്ചിക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. 20ഓളം വീടുകൾ കാറ്റിൽ പൂർണ്ണമായും തകർന്നു. ഒട്ടേറെ വീടുകൾ ഭാഗികമായും നശിച്ചു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ വൃക്ഷങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. 350ഓളം റബ്ബർ മരങ്ങൾ കാറ്റിന്റെ വേഗതയിൽ നിലം പതിച്ചു. 250ഓളം വാഴയും നശിച്ചു. കാറ്റ് വീശിയതോടെ ജനങ്ങൾ വീടിന് വെളിയിൽ ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഒരു 1:20 തന്നെ അതിഭയങ്കര ശബ്ദത്തോടു കൂടി ഈ മരങ്ങളെല്ലാം കടപുഴകി വീഴുകയും വീടിൻ്റെ മേൽക്കൂര തകർന്നു വീഴുന്നതായിട്ടും ആദ്യമേ കാണുന്നത്. എന്താ സംഭവം എന്ന് പറയുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മരമെല്ലാം കടപുഴകി വീഴുന്നതും വീടെല്ലാം അപ്പാടെ തകരുന്നതായിട്ടുള്ള രീതിയാണ് കാണുന്നത്. അതും മേൽക്കൂര ഉൾപ്പെടെ പറന്നു പോകുമായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ ഒരു 15 വീടുകളോളം ഇവിടെ തന്നെ നശിച്ചിട്ടുണ്ട്. അതുകൂടാതെ സമീപപ്രദേശങ്ങളിലുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പനച്ചിക്കാട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് വിതരണം അനിശ്ചിതത്വത്തിലായി. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കുട്ടികൾക്ക് ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവാണ് പ്രതിസന്ധിക്ക് കാരണമായത്. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യപ്പെടുന്നു. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി സർക്കാരിന്റെ പുതിയ തീരുമാനത്തോടെ അനിശ്ചിതത്വത്തിലായി. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും ഈ വർഷം മുതൽ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 8-നാണ്. സ്കോളർഷിപ്പിന് അർഹതയുള്ള പല കുട്ടികൾക്കും ഇതേവരെ ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല. ഇനിയുള്ള ചുരുങ്ങിയ ദിവസത്തിൽ ആധാർ കാർഡും ബാങ്ക് അക്കൌണ്ടും ലഭിക്കാനുള്ള സാധ്യതയില്ലാത്തതിനാൽ നിരവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നഷ്ടമാകും. ബാങ്ക് അക്കൌണ്ട് എടുക്കുവാൻ ചെല്ലുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പല തടസ്സങ്ങൾ നേരിടുന്നതായിട്ടും പരാതിയുണ്ട്. പല രക്ഷിതാക്കൾക്കും ബാങ്ക് അക്കൌണ്ട് തുടങ്ങുന്നതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുമില്ല. ഈ സാഹചര്യത്തിൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട സമയപരിധി ദീർഘിക്കണമെന്നും ബാങ്കുകളിൽ രക്ഷകർത്താക്കളെ സഹായിക്കാൻ സംവിധാനമൊരുക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ജോസഫ് ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് OEC വിഭാഗത്തിലെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ നടപടിയുണ്ടാകണമെന്നും മറിയാമ്മ ജോസഫ് പറഞ്ഞു. ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പ്രതിവർഷം 250 രൂപ മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമവാഴ്ച അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊച്ചി തെരുവിനേക്കാൾ അധപതിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ ശക്തമായ സമരവുമായി ഇടതുമുന്നണി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമില്ലെന്നും വൈക്കം വിശ്വൻ കുറ്റപ്പെടുത്തി. കോട്ടയത്ത് രാപ്പകൽ സമരം 10ാം ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടിനെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. സോളാർ തട്ടിപ്പിൽ ആരോപണവിധേയനായ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അർഹതയില്ല. കേസിലെ മുഖ്യപ്രതി സരിതയെ മർദ്ദിച്ച് മൊഴി മാറ്റിച്ചു. നിയമവാഴ്ച അട്ടിമറിക്കാൻ ആഭ്യന്തരമന്ത്രിയും ഉമ്മൻചാണ്ടിയും ശ്രമിക്കുന്നു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊച്ചിയിലെ തെരുവിനേക്കാൾ കഷ്ടമായി. UDF-നകത്തുള്ള ഐക്യം പോലും നിലനിർത്താൻ കഴിയുന്നില്ല. അതില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നാടിനെ തകർക്കുന്ന രീതിയിലുള്ള ശൈലിയാണ് ഇതിനിടയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാജിവെക്കുക എന്നുള്ളത് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ശരി, കേരളത്തിലെ ജനത തന്റെ ഇടത്തോടുകൂടി നിങ്ങളെ കൊണ്ട് രാജിവെപ്പിക്കുകയും ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കുകയും ചെയ്യും. അതുവരെ ഈ ജനകീയ പ്രക്ഷോഭണം മുന്നോട്ട് വരും.
കോട്ടയം നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന 10ാം ദിന സമരത്തിൽ CPM കോട്ടയം ഏരിയ സെക്രട്ടറി MK പ്രഭാകരൻ അധ്യക്ഷനായി. VR ഭാസ്കരൻ, VB ബിനു, KJ തോമസ്, VN വാസവൻ, PK ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാഞ്ഞിരപ്പള്ളി ടൗണിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായി. സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരവും ടൗൺ ഹാൾ പരിസരവും മാലിന്യ കൂമ്പാരമാകുന്നു. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തടയാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികാരികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പൊതുനിരത്തുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. എന്നാൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അധികാരികൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പഞ്ചായത്ത് ചെലവിൽ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി നഗരത്തിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. കോടികൾ മുടക്കി പണിതീർത്ത പഞ്ചായത്ത് ടൗൺ ഹാൾ പരിസരത്താണ് ടൗണിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. ഇതുമൂലം ടൗൺ ഹാൾ പരിസരത്ത് ദുർഗന്ധം മൂലം ആൾക്കാർക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയായി. ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യം ചിറ്റാർപ്പുഴയിലെ വെള്ളം മലിനമാക്കുന്നതും അധികാരികൾ അറിഞ്ഞ മട്ടില്ല. ഇതേ സ്ഥിതിയാണ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരവും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കിണറിനു ചുറ്റും മാലിന്യ കൂമ്പാരമാണ്. ബസ് സ്റ്റാൻഡിലെ നിരവധി ഹോട്ടലുകളിലേക്ക് വെള്ളമെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. ബസ് സ്റ്റാൻഡിലും പരിസരത്തും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്ന് പാർട്ടി പ്രവർത്തകൻ ജബ്ബാർ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ 4-5 ദിവസമായി ഇപ്പോൾ ഈ മാലിന്യം ഇങ്ങനെ ഒന്നുകൂടിയിട്ട് ഇതുവരെ അവർ മാറ്റാൻ യാതൊരു ശ്രമവുമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള അനാസ്ഥയും കെടുകാര്യസ്ഥതയ്ക്കും എതിരായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ സോളിഡാരിറ്റിയും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വെൽഫെയർ പാർട്ടിയും കൂടി ശക്തമായ പ്രതിഷേധവും അതിനെതിരെ നിയമ നടപടികളും എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലേക്ക് ഈ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നീക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. സംസ്ഥാന വ്യാപകമായി സ്റ്റുഡൻസ് പോലീസ് ദിനം ആഘോഷിച്ചു. മല്ലപ്പള്ളി UCMS സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികളും പുതിയ SPC ഓഫീസിന്റെ ശിലാസ്ഥാപനവും രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ട് 3 വർഷം പിന്നിടുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 2 സ്റ്റുഡൻസ് പോലീസ് ദിനമായി ആഘോഷിക്കുകയാണ്. ദിനാഘോഷത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി CMS ഹൈസ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിനോടനുബന്ധിച്ച് സ്കൂളിൽ നിർമ്മിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും രാജ്യസഭാ ഉപാധ്യക്ഷൻ നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ ഫെലിക്സ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ്, വൈസ് പ്രസിഡന്റ് KG സാബു, കുഞ്ഞുകോശിപ്പോൾ, എക്സൈസ് CI S നാസർ, മല്ലപ്പള്ളി CI S നന്ദകുമാർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് എലിസ് C ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. 2010 സംസ്ഥാനത്ത് സ്റ്റുഡൻസ് പോലീസിന് രൂപം നൽകിയപ്പോൾ ജില്ലയിൽ യൂണിറ്റ് അനുവദിച്ച 5 സ്കൂളുകളിൽ ഒന്നാണ് മല്ലപ്പള്ളി. CMS ഹൈസ്കൂളിൽ 44 ആൺകുട്ടികളും 44 പെൺകുട്ടികളുമടക്കം 88 പോലീസ് കേഡറ്റുകളാണ് ഉള്ളത്. 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ കേഡറ്റുകളാകുന്നത്. കേഡറ്റുകളുടെ പ്രവർത്തനത്തിലൂടെ സ്കൂളിനും സമൂഹത്തിനു തന്നെയും നന്മയുണ്ടായതായി സ്റ്റുഡൻസ് പോലീസ് ഓഫീസർ മാത്യു K ഫിലിപ്പ് പറഞ്ഞു. സ്കൂൾ അധ്യാപിക ഷേർലി C വർഗീസാണ് അസിസ്റ്റന്റ് സ്റ്റുഡൻസ് പോലീസ് ഓഫീസർ. മല്ലപ്പള്ളി CI ലെയ്സൺ ഓഫീസറായ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ നർക്കോട്ടിക് സെൽ DYSP ബേബി ചാൾസ് ആണ്. ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വളവ് ഡോക്ടർ N ജയരാജ് MLA സന്ദർശിച്ചു. വളവ് നിവർത്തി അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ ആരായാൻ ശനിയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കും. RDO, DYSP, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും സ്ഥലത്ത് പരിശോധന നടത്തുക. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജസീജ് ഷാജൻ, പഞ്ചായത്ത് അംഗം ബേബി പട്ടക്കാട്ട്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും MLAയോടൊപ്പം സ്ഥലം സന്ദർശിക്കാനെത്തി.